ഇടതുപക്ഷം അധികാരത്തിൽ വരാനുള്ള സാധ്യത അവരുടെ എം എൽ എമാരുടെ പെരുമാറ്റവും പെർഫോമൻസുമാണ്. അവരുടെ ഈ ധാർഷ്ട്യം, അഹങ്കാരം, അഴിമതി ഇതെല്ലാം ഒറ്റ ആളിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ജനം വിചാരിക്കുന്നു. അത് പിണറായി വിജയനാണ്. ബട്ട് എം എൽ എമാർ എടുത്തു കഴിഞ്ഞാൽ അവരൊന്നും അത്ര കുഴപ്പക്കാരൊന്നുമല്ല, നല്ല മനുഷ്യരാണ്. മോശം എം എൽ എമാരും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതെ. പക്ഷേ പൊതുവെ എം എൽ എമാരൊക്കെ നല്ല മനുഷ്യരാണ്. അതുകൊണ്ടാണ് LDF ഫീൽഡ് ചെയ്ത് പഴയ എം എൽ എമാരെ കൂടുതലും അവർ ഫീൽഡ് ചെയ്തില്ല. ശരിയാണ്. പുതുമുഖങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥയുള്ള ശിവൻകുട്ടിയെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കുമോ? ഇല്ല. കടകംപള്ളി സുരേന്ദ്രനാക്കുമോ? തർക്ക വിഷയമാണെങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? അപ്പോൾ അത് LDF അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എം എൽ എമാരുടെ പോപ്പുലാരിറ്റിക്ക് കുറവ് വന്നിട്ടില്ല. കുറവ് വന്നത് മൊത്തം ഗവൺമെൻറ്റിൻ്റെ പോപ്പുലാരിറ്റിക്കാണ്. അതുകൊണ്ട് എം എൽ എമാരെ അതുപോലെ നിർത്തിയിട്ട് നമുക്ക് കഷ്ടിച്ച് കടന്നുകൂടാൻ സാധിക്കും എന്നവർ വിചാരിക്കുന്നു. പക്ഷേ ഇതിനെതിരായിട്ട് എനിക്ക് നമ്മൾ ഈ 140 അരിയിട്ട് ചോറ് വെച്ചാലും ഒരരി ഞെക്കി നോക്കിയാൽ നമുക്കറിയാമല്ലോ ഇത് എന്തോന്ന്. അതെ. അങ്ങനെ ഞാൻ അമ്പലപ്പുഴ നോക്കി, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു. അമ്പലപ്പുഴ തുടക്കത്തിൽ G. സുധാകരൻ തോറ്റുപോകും എന്നുള്ള അവസ്ഥയായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴും G. സുധാകരൻ തോൽക്കുമെന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 4 ദിവസം മുമ്പ് മുതൽ ഞാൻ ചോദിക്കുന്നവരെല്ലാം പറഞ്ഞു തുടങ്ങി G. സുധാകരൻ ജയിക്കും. അതെ. അപ്പം ഞാൻ ചോദിച്ചു അതിനെന്താ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുസ്ലിം ലീഗ് ഉണർന്ന് പ്രവർത്തിച്ചു, കോൺഗ്രസിൻ്റെ പ്രവർത്തനം പോരാ, CPM-കാർ കൺഫ്യൂഷനിലാണ്. കാരണം CPM-ൽ നിന്ന് MV രാഘവൻ ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഗൗരിയമ്മ ഇറങ്ങിയപ്പോഴോ ഒക്കെ ഉണ്ടായ ഒരു ബഹളമൊന്നും സുധാകരൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായില്ല. അതെ, ശരിയാണ്. സുധാകരൻ്റെ കൂടെ ഇന്ന ആൾക്കാർ പോകുന്നു, വാൻ പൊതുയോഗം നടത്തുന്നു, അങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായില്ല, അടിപിടിയില്ല, ഒന്നുമില്ല. സുധാകരൻ പോയി അത്രയും. ആകെ പിണറായി വിജയൻ ചേറ്റത്തര എന്ന് പറഞ്ഞു. ഇതാണ് മാക്സിമം സംഭവിച്ചത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ CPM-കാർ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനിലാണ്. എല്ലാം കൂട്ടിക്കെട്ടിയല്ല നമുക്ക് ഇത്തവണ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ച് പറയാൻ ആളില്ല. കോൺഗ്രസ് സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ്സുകാരിൽ വലിയ സങ്കടമുണ്ടാക്കി. അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ അവർക്ക് മനസ്സിലാവും. ബട്ട് ട്രഡീഷണലി കോൺഗ്രസ് നേതാവായിരുന്ന ഇപ്പോൾ ആലപ്പുഴയിലെ A. ഷുക്കൂറൊക്കെ നിരാശയായിരുന്നു അവർക്കുള്ളിൽ. പക്ഷേ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്നും അവർക്കറിയാം. അങ്ങനെ അവർ അറച്ചു നിൽക്കുന്നു. ഇതിനിടയ്ക്ക് മുസ്ലിം ലീഗ് ഇത് മനസ്സിലാക്കിയിട്ട് വ്യാപകമായിട്ട് എല്ലാ വീട്ടിലും, പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇതുപോലെ UDF വീടുകളിൽ കയറിയിട്ട് സുധാകരനെ വോട്ട് ചെയ്യാനായിട്ട് ഒരു പുഷ് കൊടുത്തു. അത് മതിയായിരുന്നു ആളുകൾക്ക്. ധൈര്യമായിട്ട് ഇത്തവണ സുധാകരൻ ചെയ്യണമെന്ന് നമുക്ക് നമ്മുടെ മന്ത്രിസഭ വരാൻ പോവുകയാണ്. ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സർവൈവലിൻ്റെ പ്രശ്നവും കൂടെയുണ്ട്. 10 വർഷമായി അധികാരത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്നു. ഇത്തവണയും UDF തോറ്റ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പിന്നെ UDF വിട്ട് LDF-ൽ പോവുകയേ മാർഗമുള്ളൂ. 10-ൽ കൂടുതൽ വർഷം അധികാരമില്ലാതെ നിൽക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? സാധാരണ ഇതിൽ സാധിക്കില്ല. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡൂ ഓർ ഡൈ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അവർ രംഗത്തിറങ്ങിയിട്ട് അവർ സുധാകരനെ ജയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിന് ഫലമുണ്ടാകും, സുധാകരൻ ജയിക്കും എന്നാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അടിയൊഴുക്കുകൾ ധാരാളം പല നിയോജകമണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് മെയ് 4-ാം തീയതി കാണാൻ പറ്റുള്ളൂ.